പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെ നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ. കുഴപ്പമൊന്നുമില്ല, 2 ദിവസമായി. അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ ആണ് ഞാൻ എത്തിയത്. പിന്നെ എന്താണ് പറയുന്നത്, ഇവിടെ വന്നിട്ട് ഇപ്പം ഞാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ അടുത്താണല്ലോ വന്നിരിക്കുന്നത്. അപ്പം കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യും. അതായത് ഒരു ട്രാവലായിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മൾ ട്രിപ്പ് പോകുന്നു, അങ്ങനെ പെട്ടെന്ന് നമുക്ക് 2-2.5 മാസമുണ്ട്. കുറച്ചൊന്ന് ഇവിടുത്തെ ലൈഫും നമ്മുടെ ഇവിടുത്തെ ലൈഫും തമ്മിലുള്ളൊരു ഡിഫറൻസ് എങ്ങനെയാണെന്ന് അറിയാം. അപ്പം നമ്മൾ തന്നെ കുറച്ച് ലോങ് സ്റ്റേ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതായിരുന്നു നമ്മൾ അവിടുത്തേലും വ്യത്യസ്തമായിട്ടൊരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കുമല്ലോ ഇവിടുത്തെ, അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നു എന്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ്സ് പോലെ അവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഡെയിലിയിൽ എങ്ങനെയാണ് നമ്മൾ വെളിയിൽ പോകുന്നു, കുക്കിംഗ് ചെയ്യുന്നു, കഴിക്കുന്നു, പിന്നെ ഷോപ്പിംഗ് ചെയ്യുന്നു. അതൊക്കെ തന്നെ നമുക്ക് ഇവിടെയും. പിന്നെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ജിമ്മ് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും എല്ലായിടത്തും നമ്മൾ ഈ അതായത് ആൾക്കാരെ ഫിലിം ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ട് എല്ലായിടത്തും വീഡിയോ എടുക്കാമെന്ന് പറയുന്നു. അപ്പം പറ്റുന്നിടത്തോളം ഞാൻ അതിൻ്റെ ഷോർട്സൊക്കെ പിന്നെ ഇടാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമല്ലേ ആയുള്ളൂ. നമ്മൾ ജെറ്റ് ലാഗും ഒക്കെ ആയിട്ടൊന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മുടെ റുട്ടീനിലോട്ട് വരും. അപ്പോൾ ഞാൻ ഓർക്കുന്ന ഡെയിലി നമുക്ക് വ്ളോഗ്സൊക്കെ ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ലല്ലോ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ, എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ സെറ്റിലായിരിക്കുന്ന ഒരു മലയാളിയാണ്. ബേസിക്കലി ഞാനൊരു കോട്ടയംകാരിയാണ്. ഇപ്പം ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് US വന്നിരിക്കുകയാണ്. 2-2.5 മാസം നമ്മളിവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് 2.5 മാസത്തേക്ക് ഇവിടുത്തെ വ്ളോഗ്സുകളൊക്കെ ആയിട്ട് കാണാം. അതായത് ഇവിടുത്തെ നോർമൽ ഡേ ഇൻ മൈ ലൈഫും ഒക്കെ കാണാം. നമുക്ക് അവിടെ ലിയോ പോലെ ഇവിടെ സ്പാർക്കി ഉണ്ട് കേട്ടോ. ഞാൻ കാണിക്കാവേ. സ്പാർക്കി നല്ല ഒബീഡിയൻ്റ് ആണ്. ലിയോയെക്കാട്ടിലും ഒബീഡിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ലതായിട്ട് എന്നോട് നല്ല ഫ്രണ്ട്ലി, ഫസ്റ്റ് ഡേ തന്നെ നല്ല ഫ്രണ്ട്ലി ആയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടുത്തെ വെതർ അടിപൊളി വെതറാണ്. ഇപ്പം നല്ല തണുപ്പൊന്നുമില്ല, പക്ഷെ നല്ല കാറ്റുണ്ട്. വെളിയിലൊക്കെ നല്ല സുഖമുള്ളൊരു വെതറാണ്. വെയിൽ നന്നായിട്ടുണ്ട്, പക്ഷെ എന്തായാലും ചൂടില്ല. സമ്മറായല്ലോ, അപ്പം സമ്മറിൻ്റെ വൈബ്സാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി നമുക്കിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങാം, ഷോപ്പിങ്ങിന് പോകാം, നടക്കാൻ പോകാം, ജിം ചെയ്യാം, അങ്ങനെ നമുക്ക് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ നമുക്ക് പബ്ലിക് പ്ലേസസിലൊക്കെ വ്ളോഗൊക്കെ ചെയ്യാം, ആൾക്കാരെ ഫിലിം ചെയ്യണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ വീട്ടിലോട്ട് കിടക്കാം. ഇന്നലെ ഫുൾ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു സുഖമില്ലായിരുന്നു. കാരണം നമ്മൾ എത്രയാണ് എക്സ്ട്രാ ട്രാവൽ ചെയ്ത് ഒരു 24 മണിക്കൂർ എന്ന് പറയാം, അതുപോലെ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമല്ലായിരുന്നു. ഇന്നലെ ഒന്നും ചെയ്തില്ല. വൈകുന്നേരം ഞങ്ങൾ വാൾമാർട്ടിൽ പോയിരുന്നു. പക്ഷെ അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു എനർജി ഒന്നും എനിക്കില്ലായിരുന്നു. ഇന്നും അത്ര എനർജി ഒന്നുമില്ല. ജസ്റ്റ് ചുമ്മാ ഞാനിങ്ങനെ കുറച്ച് എടുക്കാമെന്ന് വെച്ചു. രാവിലെ അപ്പോൾ പിള്ളേരെ ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോൾ ഞാനും കൂടെ പോയി. രാവിലെ ഒരു റീജുവിനേറ്റിംഗ് അല്ലേ, നല്ല രസമുണ്ടായിരുന്നു ഒരു ഡ്രൈവ്. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആകാശം വ്യത്യാസമാണെന്ന് പറയുന്നത് ശരിയാണല്ലേ. എനിക്ക് നല്ല വ്യത്യാസം തോന്നും അവിടുത്തെ ആകാശം ഇവിടുത്തെ ആകാശവും സണ്ണും എന്നൊക്കെ. നമുക്ക് എല്ലാവരും പറയാറുണ്ട് കേട്ടോ, സത്യം തന്നെയാണ്. പലരും പറയാറുണ്ട് ഇങ്ങനെ നല്ല ഡിഫറൻസ് ഉണ്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴെന്ന്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവരൊക്കെ സ്കൂളിലും ഗോവും പോയി. ഞാനും സ്പാർക്കി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നലെയൊക്കെ ഈ സമയത്തൊക്കെ ഞാൻ കിടക്കായിരുന്നു. ഇന്ന് ഞാൻ കുറച്ചൊന്ന് എണീറ്റിട്ട് വെളിയിലൊക്കെ വന്നു. ഇന്ന് നല്ല വെതറാണേ. നല്ല വെതറെന്ന് പറഞ്ഞാൽ ചൂടില്ല, കുറച്ച് കാറ്റുണ്ട്, ഒരു തണുപ്പും ഉണ്ട്, നല്ല വെയിലും ഉണ്ട്. അങ്ങനെയാണ്. വെയിലുണ്ടെങ്കിൽ ആ വെയിലിനൊട്ടും ചൂടില്ല. അങ്ങനെ അപ്പോൾ ഞാൻ നമ്മൾ ഫ്രണ്ടിലെ സൈഡിൽ വന്നിട്ട് സ്പാർക്കിയോട് നമ്മൾ വിളിച്ചെങ്കിൽ മാത്രമേ സ്പാർക്കി ഇറങ്ങി വരത്തുള്ളൂ കേട്ടോ. എനിക്ക് സ്പാർക്കി ലിയോയെക്കാളൊക്കെ നല്ല ഒബീഡിയൻ്റ് ആണ്. വിളിച്ചപ്പോൾ മാത്രം അവിടെ നിൽക്കുകയാണ്. എനിക്കെന്തായാലും പേടിയുണ്ട്. ഫ്രണ്ടിൽ ഫെൻസ് ഒന്നും ഇല്ലല്ലോ, ഫ്രണ്ടിൽ അങ്ങനെ ഓപ്പൺ അല്ലേ, ഇത് ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ പക്ഷേങ്കിൽ അവൻ നല്ല ഒബീഡിയൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. എന്നാലും എനിക്കൊരു കാരണം വേറെ ആരും ഇല്ലല്ലോ, ഇവൻ ഓടിയെങ്ങാനും പോയെങ്കിലും. പക്ഷേ ഇവൻ ഓടത്തില്ല കേട്ടോ. ഇവൻ അങ്ങനെ എൻ്റെ കൂടെ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോയി. പിന്നെ ഇപ്പം എനിക്ക് നല്ല കമ്പനി ആയിട്ടോ. ഒരു ദിവസം കൊണ്ട് ഇവൻ എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് വന്ന്. ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് അവിടെ തന്നെ വന്നിരിക്കും, അങ്ങനെയൊക്കെ. അപ്പം ഞാനോർത്ത് കുറച്ച് ചെടിക്കകത്തൊക്കെ വെള്ളം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഹാഫ് എനർജിയിലാണ് കേട്ടോ നമ്മളിങ്ങനെ കാര്യങ്ങൾ. പിന്നെ എനിക്കിങ്ങനെ വെറുതെ നമ്മൾ എത്ര നേരം ഇരിക്കും. പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ജോലിക്ക് പോയി കഴിയുമ്പോൾ പകല്, അതായത് ഉച്ചയാകുമ്പോൾ പോകുമ്പോൾ ലഞ്ച് കഴിക്കാൻ വരും. പിന്നെ പിള്ളേരും ആരും കുഴപ്പമില്ല, ഉച്ചവരെയുള്ള സമയം. പക്ഷേ എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാലോ, ഞാൻ വീട്ടിലാണെങ്കിലും ഒറ്റയ്ക്കാണ്. ഞാൻ സ്വന്തം മീ ടൈം നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൽ യാതൊരു മടിയില്ല. ചിലർക്കുണ്ടല്ലോ ആരും വീട്ടിലില്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമമൊക്കെ. എനിക്കങ്ങനെയില്ല കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കാണും, അല്ലെങ്കിൽ ഞാനിങ്ങനെ എന്തെങ്കിലും തോട്ട് പ്രോസസ്സ് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്വന്തം
ഇത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എന്നോട് സംസാരിച്ച് എൻ്റെ അതെനിക്ക് ഇഷ്ടമുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഇരുന്നു. കുറച്ച് നമ്മൾ പയറും മെഴുക്കുവരട്ടി പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയ. അപ്പോൾ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ യോഗട്ട് ഉണ്ടായിരുന്നു. അതെനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പയർ ഇങ്ങനെ കട്ട് ചെയ്താണല്ലോ ഇവിടെ വെജിറ്റബിൾ കിട്ടിയത്. അത് ഞാനെടുത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ ഇപ്പോൾ സാധനങ്ങളൊക്കെ അപ്പോൾ എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ തപ്പിപ്പിടക്കിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ സമയം എടുക്കും. അപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഓരോ സാധനം തപ്പിയെടുക്കാൻ തന്നെ എനിക്കൊരു സമയം എടുക്കുമല്ലോ. അപ്പോൾ എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. കുക്ക് ചെയ്ത് മീൻ കറിയും ചിക്കൻ കറിയും ബീഫ് ബിരിയാണി ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷെ എന്നാലും ഞാനത് വെറുതെ ഒരു പുളിശ്ശേരി ഉണ്ടാക്കിയേക്കാം, ജസ്റ്റ് ഈസി ആയിട്ടല്ലേ. പുളിശ്ശേരിയും പയറുമെഴുക്കൊറ്റൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാനിത് കഴിച്ചുകൊണ്ടപ്പം ഞാൻ സ്പാർക്കിയോട് പറഞ്ഞു, ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്, അവിടെ പോകാമെന്ന് പറഞ്ഞു. അവിടെയാണ് സ്പാർക്കി നല്ല ഇച്ചിരൂടെ ഫ്രീ ആയിട്ട് നടക്കുക. എനിക്ക് വെളിയിൽ മറ്റിടത്ത് അവൻ അങ്ങനെ ഇറങ്ങത്തില്ല. അപ്പം സ്പാർക്കി വാ എന്ന് പറഞ്ഞാൽ മാത്രമേ അവൻ വരത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിപ്പോയപ്പം എൻ്റെ പുറകെ ഇങ്ങനെ ഓടി വരാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്പാർക്കിയെ കളിപ്പിക്കുമ്പോൾ ഞാൻ ശരിക്കും ലിയോയെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലിയോയ്ക്ക് ഇതുപോലെ ടെറസിൽ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഞാനും സ്പാർക്കിയും കൂടെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിലത്തൊക്കെ നിന്നു. അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഇനി എന്തൊക്കെ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ വന്നല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഇനിയും ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം, ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് ഫുൾ ഒരു എനർജിയിൽ വരട്ടെ, അത് കഴിഞ്ഞിട്ട് പ്ലാനിങ്. ഇപ്പോൾ രാവിലെ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ഇനി വൈകുന്നേരം ഒന്ന് കുളിച്ച് എനിക്കത് 2 ദിവസം കഴിയുമ്പോഴത്തേനും ഉറക്കത്തിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ അങ്ങ് ശരിയാവും. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ സ്വന്തമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനും. പിന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, നല്ല വെതർ, നല്ല എന്താ പറയുന്നത്, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. ഡ്രോപ്പ് തരുന്നില്ലേ? തരത്തില്ല. പക്ഷെ ലിയോപ്പോഴല്ലേ, പാവമാണ്. അത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഗോപു വന്ന് പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിച്ചിട്ട് ഞാൻ മോളുടെ സ്കൂൾ ഇവിടെ അടുത്താണ്. അപ്പം ഞാൻ ഓർത്തു ഞാൻ നടന്നു പോയെന്ന് വിളിക്കാം. അപ്പം ഗോപു എന്നോട് ഇന്ന് നമുക്ക് 2 പേരും കൂടെ നടന്നു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കാനായിട്ട് പോയി മോളുടെ സ്കൂളിൽ. ഹലോ, ഹായ്. കളിക്കാൻ പോകണോ? 5 minutes. അങ്ങനെ ഒക്കെ 5 മിനിറ്റും കൂടെ റൈഡൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഗോപു അങ്ങ് പോയി മോനെ പിക്ക് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നു. പിള്ളേരുടെ കൂടെ ഒക്കെ ഇവൾ കളിക്കുന്നുണ്ടായിരുന്നേ. കളിച്ചിട്ട് ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 മിനിറ്റിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ വീട്ടിലോട്ട് നടക്കുകയാണ്. അവളാണെങ്കിൽ നല്ല വെയിലല്ല, അതിനകത്ത് ഓടി കളിച്ചിട്ട് മുഖമൊക്കെ കൂടെ അങ്ങ് ചുമന്ന് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കുറച്ചത്ര ഞാൻ പറഞ്ഞു, നടക്കാൻ ടയേർഡാണോ? ഗോപു സാധാരണ അവൾ കാറിൽ പോയി പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് വാക്കിംഗ് ഡിസ്റ്റൻസ് അല്ല നടന്നു പോയി കൊണ്ടുവരാമെന്ന്. പക്ഷേ നല്ല വെയിലുണ്ട്. അവൾ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ്, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ നമുക്ക് വ്ളോഗ് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുവാണ്. വന്നിട്ട് ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് വന്നിട്ട് ലഞ്ച് കഴിക്കണം, അപ്പച്ചി പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്, പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കഴിച്ചില്ല കേട്ടോ. നീലു, സ്പാർക്കി നീലു എനിക്ക് വലിയ ബോളും കൊണ്ട് വരുവാണ് ഇപ്പൊ. നീ what happened, Sparky? Is that his new ball? Yeah, he picked it from there. And Akshay is saying it's not his ball. Sparky? Let me see that. Oh, that's his. This is only? Yeah, Oh, I'm gonna butt that. Oh, okay. Right. Street. I want to see it. Street, come over here. So you're going to? Bye. Bye, Sparky. സ്പാർക്കിക്ക് ട്രീറ്റ് കൊടുക്കാം. മോനെ ട്രീറ്റ് എടുത്താ കുഞ്ഞാ?
ട്രീറ്റ് എടുത്തോ? അവനെ കൊണ്ട് നമുക്ക് റോൾ ഓവർ ഒക്കെ ചെയ്യിപ്പിക്കാം. വെള്ളം കുടിച്ചോ? Yep. വാ. Cat. ചുമ്മാ കൊടുക്കുവാണോ ഇന്ന്? ആദ്യം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചേ. സ്പാർക്കി പറഞ്ഞ. Does this light up? ആ സ്പാർക്കി കൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കുന്നതായിരുന്നു ഡൗൺ. എന്തൊക്കെയാ കുഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്? ചെയ്യിപ്പിച്ചേ. സ്പാർക്കി, ചേച്ചി ഈസ് ഹാവിങ് ജങ്ക് ഫുഡ്, വെരി ബാഡ്. എടാ കൊടുക്കണ്ട കൊടുക്കണ്ട മോനെ പ്ലീസ്. എൻ്റെ മക്കൾ കൊടുക്കണ്ട. സ്പാർക്കി നോ. അതിനകത്തില്ല, ഡിഷ് വാഷർ ലോഡ് ചെയ്തിട്ടുള്ളൂ, കഴിയിട്ടില്ല. I will take one. Give me, I'll take. That's what is happening. Are you taking a video? Yeah. സ്പാർക്കി മടുത്തോ? നോക്കട്ടെ. അയ്യോ, സ്പാർക്കി എന്തേ? സാറെന്തേ? ഇത്രേ ഉള്ളൂ? ബാക്കി എന്ത്? I baked some at school. എന്നിട്ട് എന്ത്? People eat it. മുഴുവൻ കഴിച്ചു കൊണ്ടുവരും. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ലഞ്ച്. ചിക്കൻ കറി, ഞാൻ പറഞ്ഞ മീൻ കറിയൊക്കെ അതെടുത്ത് തീർത്തു. അപ്പോൾ മോനും ഒക്കെ ചോറ് കഴിച്ചു. ഇത്ര വ്ളോഗ് എടുക്കാനുള്ള ഒരു എനർജി എനിക്കുള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ഒരു കാട്ടിക്കൂട്ടൽ വ്ളോഗാണ്. എന്നാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.